നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ളവർ നിങ്ങളെപ്പറ്റി ഒരു ധാരണയിലെത്തിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ശരീരം എന്ത് സംസാരിക്കുന്നു എന്നതാണ് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്നത്. ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും, എന്ത് കോൺഫിഡൻസ് ആണല്ലേ ഇയാൾക്ക് എന്ന്. എന്നാൽ മറ്റു ചിലരെ കാണുമ്പോൾ അവർ ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും അവർ പേടിച്ചിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരാളുടെ നിൽപ്പ് കണ്ടാൽ അയാളുടെ ഉള്ളിലെ ആത്മവിശ്വാസം കൃത്യമായി അളക്കാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബോഡി ലാംഗ്വേജിലെ രഹസ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുമാണ്. ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം വളരെ കൗതുകകരമാണ്. പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആൽബർട്ട് മെഹ്റാബിയന്റെ പഠനപ്രകാരം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആശയവിനിമയം നടക്കുന്നത് 3 രീതിയിലാണ്. 1. 7% മാത്രം വാക്കുകൾ, അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. 2. 38% നിങ്ങളുടെ ശബ്ദത്തിന്റെ ടോൺ, നിങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു എന്നത്. 3. 55% നിങ്ങളുടെ ബോഡി ലാംഗ്വേജും മുഖഭാവങ്ങളും. നോക്കൂ, വാക്കുകൾക്ക് വെറും 7% പ്രാധാന്യം മാത്രമേ ഉള്ളൂ. ബാക്കി 93% തീരുമാനിക്കുന്നത് നിങ്ങളുടെ ശബ്ദവും ശരീരവുമാണ്. നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡല എന്ന ഭാഗം ഒരാളെ കാണുന്ന ആദ്യത്തെ സെക്കൻഡുകളിൽ തന്നെ അയാൾ ശക്തനാണോ ബലഹീനനാണോ എന്ന് തീരുമാനിക്കും. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം. ഒരു ഹൈ അതോറിറ്റി പേഴ്സണാലിറ്റി എങ്ങനെ നിർമ്മിക്കാം? 1. ദ പവർ പോസ്. നിങ്ങളുടെ തോളുകൾ പിന്നിലേക്ക് വിടർത്തി നിവർന്നു നിൽക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റെറോൺ എന്ന കോൺഫിഡൻസ് ഹോർമോൺ വർദ്ധിപ്പിക്കും. 2. വോക്കൽ ടോൺ, ദ 38%. സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ വിറയലുണ്ടാകാതെ ശ്രദ്ധിക്കുക. ആത്മവിശ്വാസമുള്ളവർ പതുക്കെയും വ്യക്തമായും സംസാരിക്കും. വാക്കുകൾക്കിടയിൽ കൃത്യമായ ഇടവേളകൾ നൽകുന്നത് നിങ്ങളുടെ പവർ വർദ്ധിപ്പിക്കും. 3. ദി ഐ കോൺടാക്ട്. ആളുകളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. തറയിൽ നോക്കുന്നത് ആത്മവിശ്വാസമില്ലായ്മയുടെ ലക്ഷണമാണ്. 4. ഓപ്പൺ ജെസ്റ്റേഴ്സ്. കൈകൾ കെട്ടിനിൽക്കാതെ തുറന്നു പിടിക്കുക. ഇത് നിങ്ങൾ മറ്റുള്ളവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന പോസിറ്റീവ് സിഗ്നൽ നൽകുന്നു. 5. സ്റ്റിൽനെസ്. അനാവശ്യമായി കൈകാലുകൾ ആട്ടുന്നതും വസ്ത്രത്തിൽ പിടിച്ചു വലിക്കുന്നതും ഒഴിവാക്കുക. ശാന്തമായി നിൽക്കുന്ന ഒരാൾ എപ്പോഴും പവർഫുള്ളായി തോന്നും. ഇത് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാം? മലയാളികൾക്കിടയിൽ വിനയം കാണിക്കാൻ നമ്മൾ പലപ്പോഴും കൂനിക്കൂടി നിൽക്കാറുണ്ട്. എന്നാൽ വിനയവും ആത്മവിശ്വാസമില്ലായ്മയും രണ്ടാണ്. നിങ്ങൾ ഓഫീസിൽ ബോസിനോട് സംസാരിക്കുമ്പോഴോ ക്ലാസിൽ സെമിനാർ എടുക്കുമ്പോഴോ നിവർന്നു നിന്ന് ശബ്ദത്തിൽ വ്യക്തത വരുത്തി സംസാരിക്കുക. ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് നൽകുമ്പോൾ അത് ഉറപ്പുള്ളതായിരിക്കണം. നടക്കുമ്പോൾ വേഗത കുറച്ച് ദൃഢതയോടെ നടക്കുക. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണമുള്ളവരാളാണെന്ന ബോധം മറ്റുള്ളവരിലുണ്ടാക്കും. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയാണ്. പക്ഷെ ഇതിലൊരു രഹസ്യമുണ്ട്. മനസ്സ് ശരിയല്ലെങ്കിലും ശരീരം ശരിയാക്കിയാൽ മനസ്സ് താനേ ശരിയായിക്കൊള്ളും. നിങ്ങൾ ബോധപൂർവം ഒരു ആത്മവിശ്വാസമുള്ള ഒരാളെപ്പോലെ നിൽക്കാൻ തുടങ്ങിയും ആ ശബ്ദം പരിശീലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ തലച്ചോർ വിശ്വസിച്ചു തുടങ്ങും നിങ്ങൾ ശരിക്കും കോൺഫിഡന്റ് ആണെന്ന്. ലോകം നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങൾ നിങ്ങളെ ലോകത്തിനു മുൻപിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഭയത്തെ മറികടക്കാൻ നിങ്ങളുടെ ശരീരത്തെയും ശബ്ദത്തെയും ഒരായുധമായി ഉപയോഗിക്കുക. ഇതിലേതു മാറ്റമാണ് നിങ്ങൾ ആദ്യം വരുത്താൻ പോകുന്നത്? നിൽക്കുന്ന രീതിയിലോ അതോ ശബ്ദത്തിലോ? കമന്റ് ബോക്സിൽ അറിയിക്കുക. ആത്മവിശ്വാസം വളർത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. മനഃശാസ്ത്രപരമായ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് സംസാരിക്കട്ടെ, വിജയത്തിന്റെ ഭാഷയിൽ. നന്ദി.